زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അൽ ഇൻസാനു വൽ ഇസ്ലാം, മനുഷ്യനും ഇസ്ലാമും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് അമാനത്തേൽപ്പിക്കാൻ തിരഞ്ഞെടുത്തത്. പ്രഗത്ഭന്മാരായ മറ്റ് സൃഷ്ടികൾ, ശക്തന്മാരായ മറ്റ് സൃഷ്ടികൾ അല്ലാഹു തആല കൊണ്ടു. മലക്കുകൾ സൃഷ്ടികളിൽ അതിശക്തന്മാരാണ്. അതിന്റെ നേതാവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആകാശങ്ങളിലും ഭൂമിയിലും ആകാശങ്ങൾക്കപ്പുറത്തും സഞ്ചാര സ്വാതന്ത്ര്യമുള്ളവരാണ് മലക്കുകൾ. ശരീരപ്രകൃതി ഗംഭീരമാണ്. ചിറകുകളുള്ളവരാണ് മലക്കുകൾ. ഉലി അജ്നിഹത്തിൻ, അല്ലാഹു തആല പറഞ്ഞത് മസ്ന വസുലാത്ത്, 2, 3, 4 വീതം ചിറകുകളുള്ളവരാണ് മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് 600 ചിറകുകളുണ്ടെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 2 ചിറക് വിടർത്തിയാൽ ഒരു ചിറകിന്റെ അറ്റം ആകാശങ്ങളിലും മറ്റേ അറ്റം ഭൂമികളിലും വ്യാപ്തിയായി കിടക്കുമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വഹീഹായ ഹദീസിലൂടെ. ആയിരക്കണക്കിന് തവണ ഖുർആനുമായി ഇറങ്ങിയിട്ടുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. അതിൽ 2 പ്രാവശ്യം മാത്രമേ ഒറിജിനൽ കോലത്തിൽ കണ്ടിട്ടുള്ളൂ. ആദ്യം കണ്ടപ്പോൾ തന്നെ റസൂലുള്ളാഹി തങ്ങൾ പേടിച്ച് വിറച്ച് പനിച്ചുപോയി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്ത് അവരെ ഏൽപ്പിച്ചില്ല. അമാനത്ത് ഏൽപ്പിക്കാൻ അല്ലാഹു മലക്കുകളെ സെലക്ട് ചെയ്തില്ല. യോഗ്യരാണ്, 100% അനുസരണമുള്ളവരാണ് അവർ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അല്ലാഹു മലക്കുകളെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹു തആലക്ക് അവർ മഅസിയത്ത് ചെയ്യുകയില്ല. എന്താണോ കൽപ്പിച്ചത് അത് പ്രവർത്തിക്കുക. ഏകപക്ഷീയമായ അനുസരണം മാത്രം സൃഷ്ടിപ്പിൽ തന്നെ ലയിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം സൃഷ്ടികളാണ് മലക്കുകൾ. എന്നിട്ടും എന്തേ അല്ലാഹു തആല അവരെ ഷഹാദത്ത് ഏൽപ്പിച്ചില്ല, അമാനത്ത് ഏൽപ്പിച്ചില്ല? ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് പല സൃഷ്ടികളെയും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഏകപക്ഷീയമായി അല്ലാഹുവിനെ അനുസരിക്കുന്ന അനുസരണം ജന്മസിദ്ധമായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന സൃഷ്ടികൾ, അവരുടെ ഉൽപ്പത്തിയിൽ തന്നെ അല്ലാഹു അനുസരണത്തെ ലയിപ്പിച്ചവരാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ അനുസരിക്കാൻ അവർക്ക് കിതാബുകൾ ഇറക്കേണ്ടതില്ല, പ്രവാചകന്മാരെ നിയോഗിക്കേണ്ടതില്ല, പ്രബോധന പ്രവർത്തനങ്ങൾ അവർക്കിടയിൽ ആവശ്യമില്ല. കാരണം എന്താ? അവർ ജനിക്കുന്നത് തന്നെ അനുസരണത്തിന്റെ മാത്രം കണികകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അനുസരണക്കേട് സംഭവിക്കുകയില്ല, അവർ വിചാരിച്ചാലും സംഭവിക്കുകയില്ല, വേണമെന്ന് വിചാരിച്ചാലും നടക്കുകയില്ല. ഏകപക്ഷീയമായി അനുസരിക്കാൻ മാത്രമാണ് അല്ലാഹു തആല മനുഷ്യരല്ലാത്ത ജീവജാലങ്ങളെ നിർമ്മിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഒട്ടനവധി സൃഷ്ടികളെ നമുക്ക് വേറെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ആദമിന്റെ മകൻ അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ കാബീലിന് സഹോദരന്റെ മയ്യത്തടക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ചതൊരു കാക്കയെ. ഖുർആൻ ഫബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർള്, കാക്ക ഒരു പക്ഷിയാണ്. എന്തിനാണ് പരിശുദ്ധ ഖുർആൻ ആദ്യത്തെ മനുഷ്യരിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു കാക്കയെ നിയോഗിച്ചു എന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പരിശുദ്ധ ഖുർആനിലെ കഥകളെ അറിയുള്ളൂ, കഥകൾക്കിടയിലുള്ള കാര്യങ്ങൾ അറിയില്ല. അത് പ്രത്യേകിച്ചിട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കുള്ളൊരു വലിയ ദൗർഭാഗ്യമാണ്. ആലിമീങ്ങളായാലും ഉമറാക്കളായാലും സംഘടനാ നേതാക്കന്മാരായാലും പ്രജകളായാലും കേരളത്തിൻ്റെ ഒരു ബലഹീനത,
പരിശുദ്ധ ഖുർആനിലെ കഥകൾ നന്നായിട്ട് പറയാൻ കേരളക്കാർക്കറിയാം. പക്ഷെ ആ സംഭവങ്ങൾക്കിടയിൽ ചില കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കിയെടുക്കാനുള്ള താക്കത്ത് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് തൗഹീദ് പ്രബോധനം ചെയ്യാൻ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് കേരളം. ഇന്ത്യയിൽ തന്നെ തൗഹീദ് പ്രബോധനം ചെയ്യാൻ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഒരുപക്ഷെ നിങ്ങളത് വിശ്വസിക്കാനിടയില്ല, നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുകയില്ല. കാരണം ഇന്ത്യയിൽ ഏറ്റവും സുഖസുഭിക്ഷമായി മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് കേരളം എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നവരാണ് നാം. ആയിരിക്കാം സാമ്പത്തിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും അതേപോലെ തന്നെ അനുഷ്ഠാന രംഗത്തും ഒക്കെ വളരെ പുരോഗതി ഉണ്ടാവാം. പക്ഷെ ആദർശ രംഗത്ത് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിലെ മുസ്ലിം അവസ്ഥ പരിതാപകരമാണ്. അതെന്തുകൊണ്ടതൊരു ചരിത്രപരമായ ഒരു വസ്തുതയുണ്ട് അതിൻ്റെ പിറകിൽ. ഏതാണ്ട് 1000-1200 കൊല്ലക്കാലം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെക്കാൾ ഏറ്റവും കൂടുതൽ ഷിഈയത്ത് ബാധിച്ച, ഷിഈയത്ത് സ്വാധീനം ചെലുത്തിയൊരു രാജ്യമാണ് കേരളം, ഒരു സ്റ്റേറ്റാണ്. ഏതാണ്ട് 1200 കൊല്ലത്തിന്റെ പഴക്കമുണ്ട് ഷിഈയത്തിന് കേരളത്തിൽ, അടിവേരുകളുണ്ട്. അത് മറ്റ് സ്റ്റേറ്റുകളിൽ കാണുകയില്ല. അതതിൻ്റെ കാരണം. അത് വളരെ ഡീപ്പായി പഠിക്കേണ്ട വിഷയമാണ്, വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് മുസ്ലിമീങ്ങൾ. സാധാരണക്കാരുടെ കഥയല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ ഉലമാക്കളും ഉമറാക്കളും, അത് ഏത് സംഘടന ഏത് പ്രസ്ഥാനം എന്നൊന്നുമല്ല, ഉലമാക്കളും ഉമറാക്കളും അത് വസ്തുനിഷ്ഠമായി പഠിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ അടുത്ത കാലത്തൊന്നും കരപറ്റാൻ പോകുന്നില്ല ആദർശ രംഗത്ത്. വളരെ തീവ്രവും ശക്തവുമായ ആദർശ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് കേരളം എന്ന് നാം അഭിമാനിക്കുന്നു, ശരിയാണ്. പക്ഷെ അതിന്റെ ഫലം കണ്ടെത്താൻ സാധിക്കുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളെ 100 വർഷത്തോളമായി സലഫി പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ തൗഹീദിന്റെ അടിത്തറ ഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വടക്കേ ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാറ്റങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. അങ്ങനൊരു ചെറിയൊരു ഉദാഹരണം, ഈ തബ്ലീഗിന്റെ പ്രവർത്തനം വടക്കേ ഇന്ത്യയിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്. റുബൂബിയത്തിൽ അള്ളാഹുവിന്റെ റുബൂബിയത്ത് പ്രബോധനം ചെയ്യുന്ന കാര്യത്തിൽ തബ്ലീഗുകാർക്ക് വലിയ അഡ്രസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉലൂഹിയത്തിലേക്ക് കടക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. റുബൂബിയത്തിലുള്ള തൗഹീദ് തബ്ലീഗ് പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമായി അവർ പരിഗണിക്കുകയും അത് വ്യാപകമായ രീതിയിൽ സമൂഹത്തിന് പ്രചരിപ്പിക്കുകയും ചെയ്തു. ബോംബെയിൽ ചൂനാപ്പട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ബോംബെ അറിയാവുന്നവരാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, അതാണ് തബ്ലീഗുകാരെ മർക്കസ്. പതിറ്റാണ്ടുകളായി പാരമ്പര്യമുള്ളൊരു ജാറമുണ്ട് ആ മർക്കസിന്റെ മുമ്പിൽ. ബോംബെ ചുനാപ്പട്ടി പള്ളിന്റെ മുമ്പിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ജാറമുണ്ട്. അത് ഒരു ബറേൽവി പള്ളിയായിരുന്നു നേരത്തെ. തബ്ലീഗുകാരുടെ കയ്യിലേക്ക് വന്നു. അവർ അള്ളാഹുവിന്റെ റുബൂബിയത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വഹദാനിയത്ത് മാത്രമേ വന്നിട്ടുള്ളൂ, റുബൂബിയത്തിലേക്ക് കടന്നിട്ടേ ഇല്ല. എന്നിട്ടും വർഷങ്ങളോളമായി ആ ജാറം പൂട്ടിക്കിടക്കുകയാണ്. അത് ഇന്ന് ആ പള്ളിയുടെ ടൂൾസ് സൂക്ഷിച്ചു വെക്കുന്നൊരു റൂമാണ് ആ ജാറം. ആരും അടിച്ചേൽപ്പിച്ചതല്ല. ജാറത്തിൽ പോകാൻ ആളില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ ജാറത്തിലേക്ക് പോകാൻ ആളില്ല. ഓട്ടോമാറ്റിക്കലി ആ ജാറം പൂട്ടപ്പെട്ടു. ആ ഒരു ചരിത്രം കേരളത്തിൽ കാണിച്ചു തരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിൽ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വലിയ തടസ്സങ്ങളുണ്ട്, അതിശക്തമായ തടസ്സങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ സലഫി പ്രസ്ഥാനം കയറി വരിക എന്ന് പറഞ്ഞത് അത്ഭുതമാണ്, അജബാണ്. അത് ചരിത്രപരമായ കാരണം ഇതാണ്. അതൊരു ഉദാഹരണം. അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ വടക്കേ ഇന്ത്യയിൽ കാണിച്ചു തരാൻ പറ്റും. ഒരുപാട് ഉദാഹരണങ്ങൾ കേരളത്തിൽ നടക്കുകയില്ല. അതേസമയത്ത് ഏറ്റവും കൂടുതൽ പണം തൗഹീദി പ്രബോധന പ്രവർത്തനത്തിന് ചെലവാകുന്ന നാടാണ് കേരളം. ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ ഊർജം തൗഹീദി പ്രബോധന രംഗത്ത് ചെലവാക്കുന്ന രാജ്യമാണ് കേരളം. പക്ഷെ എന്തുകൊണ്ട് തൗഹീദ് സാധാരണക്കാരായ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, മറ്റ് സ്റ്റേറ്റുകളിലുള്ളൊരു ഗുണം ശീയത്തിന്റെ അടിവേരുകളില്ല മറ്റ് സ്റ്റേറ്റുകളിൽ. അഥവാ ഉണ്ടെങ്കിൽ തന്നെ കേരളക്കാര് കടന്നു ചെല്ലുകയോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തുനിന്ന് ആരെങ്കിലും കടന്നിടുകയോ ചെയ്തതിന്റെ പേരിൽ വന്ന് മാത്രമായിരിക്കും, പരമ്പരാഗതമായിട്ടായിരിക്കുകയില്ല. കേരളത്തിൽ അങ്ങനെയല്ല. ഏതാണ്ട് 1430 കൊല്ലമായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട്. 1430 കൊല്ലമായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട്. ഇറാഖിലും സിറിയയിലും ഇസ്ലാം എത്തുന്നതിന് മുമ്പ് കേരളത്തിൽ ഇസ്ലാം എത്തിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ് ഇറാഖിൽ ഇസ്ലാം എത്തുന്നത്, സിറിയയിൽ ഇസ്ലാം എത്തുന്നത്, ഈജിപ്തിൽ ഇസ്ലാം എത്തുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്താണ്. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ ഇസ്ലാമിക നാടാണ് കേരളം. നിസ്സാര വിഷയമല്ല അത്.
റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഇസ്ലാം മക്കയിൽ നിന്ന് ദൂരെ പോയാൽ യമൻ വരെ എത്തിയിട്ടുള്ളൂ. യമൻ വരെ. അതിന്റെ അപ്പുറത്ത് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നിടയ്ക്ക് അതിന്റെ അപ്പുറത്ത് എത്തിയിട്ടില്ല. അതിനപ്പുറത്ത് പിന്നെ എത്തുന്നത് ആരുടെ കാലത്താണ്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. അബൂ സിദ്ദീഖിന്റെ കാലത്തും എത്തിയില്ല. എന്തുകൊണ്ടാ? അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കുറെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വന്നു. മുസൈലിമത്തുൽ കദ്ദാബിനെ പോലെയുള്ള കള്ളപ്രവാചകന്മാർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കേണ്ടി വന്നു അബൂ സിദ്ദീഖ് റളിയല്ലാഹുവിന്. അതുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധക സംഘത്തെ അയക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ കാലം വന്നപ്പോഴേക്കും തുറന്നു കിട്ടി ലോകം, വൻകരകൾ തുറന്നു കിട്ടി. എന്നാൽ ഇതിനെല്ലാം മുമ്പേ ഇസ്ലാം അസ്ഹബുൽ ഖൽക്കിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് വന്നു. അതുകൊണ്ടാണ് നാം ഇത് ഹിജ്റ 1436 ഈ ഹിജ്റ 5 ഇസ്ലാം കേരളത്തിൽ വന്നത് എന്ന് ബിലാദുലിയെ പോലെയുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു അലം. അപ്പൊ ഹിജ്റ 5 വന്നതെങ്കിൽ 1431 കൊല്ലമായി കേരളത്തിൽ ഇസ്ലാം വന്നിട്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തിക്കോടിക്കാർ ചരിത്രപരമായ ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ. എനിക്ക് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടൊന്നും എനിക്കറിയില്ല, നിങ്ങളെ നാടും എനിക്ക് പരിചയമില്ല, നിങ്ങൾ ജനങ്ങളെയും പരിചയമില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ 1431 കൊല്ലത്തെ പാരമ്പര്യം വെച്ചുകൊണ്ട് ഇത്രയും പാരമ്പര്യം കേരളത്തിൽ ഉണ്ടായിട്ട്, മുസ്ലിമീങ്ങൾക്ക് ഇത്രയും പാരമ്പര്യം ഉണ്ടായിട്ട്, ഭൂലോകത്തിലെ മറ്റു വൻകരകളിലെ മറ്റു വൻകരകളിൽ, ഇപ്പൊ വൻകരകൾ, പ്രധാനപ്പെട്ട വൻകരകൾ നമുക്കറിയാവുന്നതാണ്. 7 വൻകരകൾ: അമേരിക്ക, ആഫ്രിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഏഷ്യ. അങ്ങനെ വ്യത്യസ്ത വൻകരകളിൽ നിന്ന്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വലിയ വലിയ സംഭാവനകൾ ആ രാജ്യത്തിൽ നിന്നെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ കേരളത്തിൽ നിന്ന് മുസ്ലിം ലോകത്തിന് വേണ്ടി ഇസ്ലാമിന്റെ പേരിൽ എന്ത് സംഭാവനയാണ് അർപ്പിക്കാൻ നമുക്ക് സാധിച്ചത്? ഭൂമിയിൽ ഇസ്ലാമിക ലോകത്തിന് വേണ്ടി എന്ത് സംഭാവനയാണ് കേരളക്കാരന്റെ വകയുള്ളത്? ഞാൻ പറഞ്ഞുതരാം. ദീനുൽ ഇസ്ലാം ലോകത്തിന് പഠിപ്പിക്കാൻ അള്ളാഹു ആദ്യമായി നിശ്ചയിച്ചു തന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അവസാനത്തെ പ്രവാചകൻ. നമ്മുടെ ഇസ്ലാമിനെ നമുക്ക് പഠിപ്പിച്ച അള്ളാഹു നിശ്ചയിച്ച ആദ്യത്തെ ഗുരുനാഥൻ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഒരിക്കലും തത്തുല്യമായൊരു പ്രവാചകൻ വരികയില്ല, ഉറപ്പാണ് ഖിയാമത്ത് നാൾ വരെ. രണ്ടാമതായി നമുക്ക് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഗുരുനാഥന്മാരായി അള്ളാഹു നിശ്ചയിച്ചു തന്നത് അസ്ഹാബ് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ സഹാബാക്കളാണ്. ഒരിക്കലും ഇനി സഹാബാക്കൾക്ക് തുല്യരായൊരു സമൂഹം ലോകത്ത് വരില്ല. മൂന്നാമതായി അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ചു തന്നത് ഇമാമുകളെയാണ്, അഇമ്മത്തുൽ മുസ്ലിമീൻ. അതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഒന്നാമത്തെ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ഇറാഖിലെ കൂഫക്കാരനാണ്. തത്തുല്യമായി ഒരാൾ എന്തുകൊണ്ട് കേരളത്തിൽ നിന്നുണ്ടായില്ല? കേരളത്തിൽ ഇസ്ലാം വന്നിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് കൂഫയിൽ ഇസ്ലാം വരുന്നത്. കേരളത്തിൽ ഇസ്ലാം വന്നിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് കൂഫയിൽ ഇസ്ലാം വരുന്നത്. ആ കൂഫയിൽ നിന്ന് അല്ലാഹു തആല ഒരാളെ സെലക്ട് ചെയ്തു, ഇമാം അബൂ ഹനീഫ. ഇന്ന് ഭൂലോകത്ത് ഇമാം അബൂ ഹനീഫ ഇസ്ലാമിന്റെ സ്വത്താണ്. ആ കെയറോഫിൽ, ആ കാറ്റഗറിയിൽ കേരളത്തിൽ നിന്ന് ആരാ ഉള്ളത്? ഇമാം അബൂ ഹനീഫാന്റെ കാറ്റഗറി. ഇമാം അബൂ ഹനീഫാന്റെ കൂഫക്ക് വേറെ പ്രത്യേകമൊന്നുമില്ലല്ലോ. കേരളത്തിനേക്കാൾ വലിയ പരിശുദ്ധമായ മണ്ണൊന്നുമല്ലല്ലോ ഇറാഖിലെ കൂഫ. ഇറാഖിലെ കൂഫയും കേരളവും തമ്മിൽ എന്താണ് മണ്ണിന് വ്യത്യാസം? രണ്ടാമതായി ഇമാം ഷാഫി റഹിമഹുല്ലാ ഹിജാസുകാരനാണ്. തത്തുല്യമായി ഒരാൾ കേരളത്തിൽ നിന്നുണ്ടായോ? എന്തുകൊണ്ടുണ്ടായില്ല? മൂന്നാമതായി ഇമാം അഹ്മദ് ബിൻ ഹംബൽ അൽ കുശൈരിക്കാരനാണ്, മിഡിൽ ഈസ്റ്റുകാരനാണ്. എന്തുകൊണ്ട് ആ സ്ഥാനത്ത് ഒരാളെ കിട്ടിയില്ല കേരളത്തിൽ? നാലാമതായി ഇമാം മാലിക് ബിൻ അനസ് മദീനക്കാരനാണ്. തത്തുല്യമായിട്ടൊരു ഇമാം കേരളത്തിന്റെ വകയുണ്ടോ? 1431 കൊല്ലത്തിന്റെ പാരമ്പര്യത്തിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇമാമികളുടെ കാറ്റഗറിയിലും ഇല്ല. ഇനി അതിനുശേഷം മുഹദ്ദിസുകളുടെ കാര്യം എടുക്കി. നാലാമത്തെ കാറ്റഗറി മുഹദ്ദിസുകളാണ്. ഒന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, രണ്ട് അസ്ഹാബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂന്നാമത്തത് അഇമ്മത്തുൽ മുസ്ലിമീൻ, നാലാമത്തത് മുഹദ്ദിസുകളാണ്. സോവിയറ്റ് റഷ്യയിൽ നിന്ന് ഇമാം ബുഖാരി തെരഞ്ഞെടുക്കപ്പെട്ടു അള്ളാഹുവിന്റെ ലിസ്റ്റിൽ. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് ഒരാളായില്ല ആ സ്ഥാനത്ത്? ഇമാം മുസ്ലിം റഹിമഹുല്ലാ അൻ-നൈസാബൂരിക്കാരനാണ്. എന്തുകൊണ്ട് ആ സ്ഥാനത്ത് ഒരു കേരളക്കാരനുണ്ടായില്ല? ഇനി ഇമാം നസായി, ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി, ഇമാം ഇബ്നു മാജ, സിഹൗസിത്തിന്റെ മശായിഖുകൾ വ്യത്യസ്ത രാജ്യക്കാരും വ്യത്യസ്ത വൻകരകളിൽ ജനിച്ചവരുമാണ്. ചിലർ മുസ്ലിം രാജ്യത്താണ്, ചിലർ കാഫിരിങ്ങളുടെ രാജ്യത്ത് ജനിച്ചവരാണ്. എന്തുകൊണ്ട് തത്തുല്യമായിട്ട് ഒരാൾ 1400 കൊല്ലം പഴക്കമുള്ള കേരളത്തിൽ നിന്നുണ്ടായില്ല? ഇനി മുഹക്കിക്കുകളായ ഇമാമികളെ കാര്യം എടുക്കേ. ഇമാം അബൂ ഹനീഫാന്റെ മദ്ഹബിലെ മുഹക്കിക്കായ 2 ഇമാമികളാണ് ഇമാം അബൂ യൂസുഫും മുഹമ്മദ്. കേരളത്തിൽ നിന്ന് ഒരാളുണ്ടായില്ല. ഇമാം ഷാഫി റഹിമഹുല്ലാന്റെ മദ്ഹബിലെ മുഹക്കിക്കുകളാണ് ഇമാം നവവിയും ഇമാം റാഫിയും. എന്തുകൊണ്ട് ആ കാറ്റഗറിയിൽ ഒരാൾ കേരളത്തിൽ നിന്നുണ്ടായില്ല? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ മുജദ്ദിദുകളെ കാര്യം എടുക്കുക. മുജദ്ദിദുകളെ കാര്യം ആദ്യമായിട്ട് നാം കാണുന്ന മുജദ്ദിദ് ആരാണ്? കുറെയൊക്കെ ചരിത്രം വായിച്ച് പഠനം ശീലമുള്ളവർക്ക് മനസ്സിലാവും. എന്നല്ലാതെ ഹൈദുൻ നിഫാസ് മാത്രം പഠിച്ചിട്ട് ജീവിക്കുന്നവർക്ക് ഇത് മനസ്സിലാകാൻ സാധ്യത കുറവാ. മനസ്സിലായില്ലേ? ദീനുൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ ഹൈദി, നിഫാസ്, ജനാബത്ത് മുതലായവ ആയുഷ്കാലം മുഴുവനും പഠിക്കുന്നവർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതായത് മദ്രസകളൊക്കെ അതിനായിട്ട് നിർമ്മിക്കപ്പെടുന്ന നാടുകൾ. നിങ്ങൾ തിക്കോടി മദ്രസ എന്താണെന്ന് എനിക്കറിയില്ല. അത് 1ാം ക്ലാസ്സിലോ ഹൈദ്, 2ാം ക്ലാസ്സിലോ ഹൈദ്, 3ാം ക്ലാസ്സിലോ ഹൈദ്, 5ാം ക്ലാസ്സിലോ ഹൈദ്, 10ാം ക്ലാസ്സിലോ ഹൈദ്, 12ാം ക്ലാസ്സിലോ ഹൈദ്. ഹൈദി, നിഫാസ്, ജനാബത്തിന്റെ മസല ഉത്തരവിധിയ 12ാം ക്ലാസ്സിൽ സെക്കൻഡറി പരീക്ഷ കിട്ടും. അത് വേറെ കാര്യം. അത് മാത്രമേ ഹൈദ്, നിഫാസും ജനാബത്തും മാത്രമാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഇസ്ലാമിനെ പഠിച്ച ഉലമാക്കളെയും കാണും, ഉമറാക്കളെയും കാണും. അവരോട് എനിക്ക് സംവാദമില്ല, ഞാൻ അവരോട് സംസാരിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇച്ചിരിയെങ്കിലും ചിന്താശേഷിയുള്ള പുതിയ നൂറ്റാണ്ടിന്റെ സന്തതികളോട്. മുജദ്ദിദുകളായിട്ട് അറിയപ്പെട്ട മുജദ്ദിദിൽ 1ാമത്തെ ആൾ ആരാണ്? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ. കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാക്ക് തുല്യമായി ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യക്തി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നെറ്റിലോ കുറ്റിലോ കയറിയിട്ട് പരിചയപ്പെടുത്തുന്ന നമുക്ക് ആലോചിക്കാം. രണ്ടാമതായിട്ട് വന്നതാരാണ്? ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ലാ, ഈജിപ്തിലാണ്. പിന്നെ കൂടുതൽ ചരിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെത് നാം ഈ വിഷയത്തിൽ സംഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈജിപ്തിലെ രാഷ്ട്രീയ സംവിധാനവുമായിട്ട് ചില ബന്ധം സലാഹുദ്ദീൻ അയ്യൂബിന്റെ പ്രവർത്തനത്തിലുണ്ടായി. അതുകൊണ്ട് ഇസ്ലാമി തജ്ദീദി രംഗത്ത് ആ രംഗത്തുള്ള ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ ചരിത്രകാരന്മാർ കൂടുതലും തയ്യാറായി കാണുന്നില്ല.
അത് കഴിഞ്ഞിട്ട് പിന്നെ നാം കാണുന്നത് ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ ബഗ്ദാദിൽ മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്, തൗഹീദിന്റെ പടനായകൻ, ബിദ്അത്തിന്റെ ഗണ്ഡകോടാളി, മുഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്ക്ക് തുല്യമായിട്ട് ഒരാൾ കേരളത്തിൽ നിന്നുണ്ടായോ? ഇല്ല. പിന്നെ നാം മുജദ്ദിദികളുടെ കൂട്ടത്തിൽ കാണുന്നത് ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, തത്തുല്യമായിട്ടൊരാൾ കേരളത്തിൽ നിന്നുണ്ടായോ? ഇല്ല. പിന്നെ നാം ചരിത്രത്തിൽ കാണുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ലാഹ്, അതിന് പകരം മറ്റൊരാൾ കേരളത്തിൽ നിന്നുണ്ടായോ? അതും ഇല്ല. ഉണ്ടായോ? അതുണ്ടായിട്ടുണ്ട്. മുബാറക് പൂരി റഹിമഹുല്ലാഹ് ഉത്തർപ്രദേശുകാരനാണ്, ഹദീസ് പണ്ഡിതനാണ്, ലോകം അംഗീകരിച്ച മുഹദ്ദിസാണ്. സിഹാഉസിത്തക്ക് ശേഷം അംഗീകരിക്കപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനാണ് മഹാനായ മുബാറക് പൂരി റഹിമഹുല്ലാഹ്. അതേപോലെ തന്നെ ഭോപ്പാലുകാരനാണ് സിദ്ദീഖ് ഹസൻ ഖാൻ റഹിമഹുല്ലാഹ്, ഹദീസ് പാണ്ഡിത്യത്തിൽ അഗ്രഗണ്യനാണ്. ഈ ബുഖാരി, മുസ്ലിം, നസായി മുതലായ മഹാന്മാർക്ക് ശേഷം അറിയപ്പെട്ട മുഹദ്ദിസുകളുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനാണ്. പിന്നെ നാം കാണുന്നത് മഹാനായ അൻവർ ഷാ കാശ്മീരി റഹിമഹുല്ലാഹ്, ഹദീസ് പണ്ഡിതനാണ്. പിന്നെ നാം കാണുന്നത് അഷ്റഫ് അലി താനവിയെ പോലെയുള്ള ഹനഫിയത്തിൽ തീവ്രതയാണെങ്കിലും ഹദീസ് രംഗത്ത് പൂർണ്ണതയുള്ളൊരു പണ്ഡിതനാണ് നാം അഷ്റഫ് അലി താനവിയെ കാണുന്നത്. ആ രംഗത്ത് ആരെങ്കിലും കേരളത്തിൽ? ഇതിനെല്ലാം പകരം കേരളക്കാർക്ക് ചരിത്രം അയർവർക്കാൻ ആകെ ഉള്ളത് രണ്ടേ ആളാണ്. ഒന്ന് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ്, മറ്റേത് വെളിയങ്കോട്ട് ഉമർ ഖാദി. ക്ലോസ്, തീർന്നു. 300 കൊല്ലത്തിനിപ്പുറം. ബാക്കി നിങ്ങൾ പഠിച്ചോളണം. നിങ്ങൾ പഠിച്ചിട്ട് എന്നെ പഠിപ്പിച്ചാൽ ഞാനത് ഉമ്മത്തോട് പറയാം. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ എന്റെ ഗവേഷണത്തിലോ എന്റെ ചിന്തയിലോ കേരളത്തെ പറ്റി ഞാൻ വിലയിരുത്തിയ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വല്ലപ്പോഴും കണ്ടാൽ സ്വകാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ തിരുത്താം. ഈ പറയുന്ന കാറ്റഗറിയിൽ 1431 കൊല്ലത്തെ പാരമ്പര്യത്തിൽ ഭൂലോകത്ത് ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലും, പിന്നെ ആകെ കേരളത്തിലുള്ളത് എന്താണെന്നറിയോ? സിമെന്റും കമ്പിയും ഉപയോഗിച്ച് ഇത്രയും ബിൽഡിംഗ് എടുത്ത നാട് വേറെ ഉണ്ടാവില്ല ഇസ്ലാമിന്റെ പേരിൽ. കേരളത്തിൽ ഏറ്റവും വലിയ അള്ളാഹു ആണ് കേരളത്തിൽ ഏറ്റവും വലിയ ജമ്മി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി അടക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണ്. തളിപ്പറമ്പിൽ മാത്രം 1800 ഏക്കർ സ്ഥലമുണ്ട് അള്ളാഹ്ക്ക്, ജുമാഅത്ത് പള്ളിക്ക്. നിങ്ങളെ തിക്കോടിയും കാണും അതേപോലെ ഏക്കർ കണക്കിന് സ്ഥലം. അങ്ങനെ 2 സെന്റും 3 സെന്റും വ്യക്തികൾ വീടുണ്ടാക്കാൻ വാങ്ങുമ്പോൾ പള്ളിക്കുള്ളത് ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളാണ്. എന്ന് വെച്ചാൽ അള്ളാഹു തആലാക്കാണ് ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് എന്നർത്ഥം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നികുതി അടക്കുന്നത് പള്ളിക്കാരാണ് സ്ഥലത്തിന്. നിങ്ങൾ കാസർഗോഡ് തൊട്ട് ഏതാണ്ട് മലബാർ പ്രദേശമാണ് എങ്കിൽ പാലക്കാട് വരെ ഒന്ന് പരിശോധിച്ച് നോക്കി. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലമാണ് പള്ളിക്കുള്ളത്, എന്ന് വെച്ചാൽ അള്ളാഹിന്റെ പേരിലുള്ളത്. ഏറ്റവും കൂടുതൽ നികുതി അടക്കുന്ന അള്ളാഹുവാണെന്ന് അർത്ഥം കേരളത്തിൽ. അതന്നെ ആകെയുള്ളൊരു ക്രെഡിറ്റ്. സിമെന്റും കമ്പിയും ഉപയോഗിച്ചിട്ട് ഇസ്ലാമിന്റെ വേണ്ടി ഇത്രയധികം ബിൽഡിംഗ് എടുത്തിട്ട നാട് വേറെ കാണൂല. ഇതന്നെ നമ്മുടെ ആകത്തുക പാരമ്പര്യം. ഇത് ഞാൻ പറയുമ്പം മുജാഹിദീങ്ങൾക്കും ദഹിക്കൂല, ജമാഅത്ത് ഇസ്ലാമികർക്കും ദഹിക്കൂല, തബലീഗുകാർക്ക് ദഹിക്കൂല, ലീഗുകാർക്ക് തീരെ ദഹിക്കൂല. അല്ലെങ്കിൽ തന്നെ ഇരുമ്പോലൊക്കെ വിഴുങ്ങിയിട്ട് ജുക്കാശാൻ കുറിച്ച് ദഹിപ്പിക്കാൻ പറ്റൂലല്ലോ. അതേപോലെ തന്നെ പിന്നാരിക ജമാഅത്ത് ഇസ്ലാമികർക്കും ദഹിക്കൂല, സമസ്തക്കാർക്കും ദഹിക്കൂല, ദക്ഷിണക്കാർക്കും ദഹിക്കൂല, ആർക്കും ദഹിക്കൂല. എന്നാൽ ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് ഞാൻ അടുത്തിട്ട് പറഞ്ഞത്, തൗഹീദ് പ്രബോധനം ചെയ്യാൻ ഇത്രയും ദുർഘടമായൊരു രാജ്യം കേരളം പോലെ വേറെയില്ല എന്ന് പറയാൻ കാരണം ഭൂലോകത്ത് വെച്ച് ശീയത്ത് ഇത്രയും അടിവേരുകൾ താണുപോയൊരു രാജ്യം വേറെ കാണൂല. 1400 പാരമ്പര്യമുണ്ടെങ്കിൽ 1300 കൊല്ലത്തോളം ശീയത്തിന്റെ പാരമ്പര്യത്തിലാണ് കേരളമുള്ളത്. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനിയും ഒരുപാട് വേർക്കേണ്ടി വരും. നമുക്ക് പരിശോധിക്കാം, ദിവസം കൊണ്ട് പരിശോധിച്ച് തീരുകയും ചെയ്യില്ല. എന്നാൽ ഞാൻ പറയട്ടെ, വസ്തുതാപരമായി ഭൂലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ജീവജാലങ്ങളെ അടക്കം അള്ളാഹുവിന്റെ ദീനിന് ഏകപക്ഷീയമായി ഖിദ്മത്ത് ചെയ്യാൻ തിരഞ്ഞെടുത്തപ്പോൾ കാബീലിന്റെ കാക്കയെ പോലെ, സാലിഹ് നബിന്റെ ഒട്ടകത്തെ പോലെ, യൂനുസ് നബിന്റെ മത്സ്യത്തെ പോലെ, ഇബ്രാഹിം നബിന്റെ സുലൈമാൻ നബിന്റെ പക്ഷിയെ പോലെ, കുറെ ജീവികളെ പരിചയമുണ്ടല്ലോ, അസ്ഹാബുൽ കഹ്ഫിന്റെ പട്ടിയെ പോലെ, അസ്ഹാബുൽ ഫീലിന്റെ ആനകളെ പോലെ, അവർക്കെതിരിൽ വന്ന അബാബീൽ പക്ഷികളെ പോലെ, ഇത് മുഴുവനും മനുഷ്യേതര ജീവജാലങ്ങളാണ്. എന്തിനാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഇത്ര മഹാത്മ്യത്തോടെ ഈ ജീവികളെ പരിചയപ്പെടുത്താറുള്ളത്? ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ ജീവജാലങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത് ഇവിടെ പരമ്പരാഗതമായി തിരുശേഷിപ്പുകൾ ഉണ്ടാക്കിയെടുക്കാനല്ല. ഒരു കാലം വരും, നിങ്ങൾ കാത്തിരുന്നോളൂ, ഒരു കാലം വരാതിരിക്കുന്നേ ഉള്ളൂ. ഈ 21-ാം നൂറ്റാണ്ട് വിപ്ലവകരമായ നൂറ്റാണ്ടാണ്.
തൗഹീദി രംഗത്ത് ഇത്രയും വിപ്ലവം നടക്കുന്ന നൂറ്റാണ്ട് വേറെ ഉണ്ടാകുകയില്ല. ആദർശ രംഗത്ത് അതിശക്തമായി ആദർശരംഗം അടിച്ച് വീശുന്ന കാലമായിരിക്കും. കാരണം അതിന് തെളിവെന്താ? ഏറ്റവും കൂടുതൽ ഏതാണ്ടൊരു 5 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇത്രയും കൂടുതൽ ബാത്തിൽ സജീവമായ ഒരു കാലഘട്ടം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയില്ല. കുരിശ് വിപ്ലവം വിജയിച്ച് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പ് സമൂഹത്തിന്റെ കയ്യിലേക്ക് വന്നതിന് ശേഷം 17, 18, 19, 20 നൂറ്റാണ്ട് കാലങ്ങളിൽ ഇല്ലാത്തത്ര അതിശക്തമായി ബാത്തിലുകൾ അടിച്ചു കയറുന്ന ഒരു കാലഘട്ടം ഇതുപോലെ നിങ്ങൾക്ക് വേറെ കാണാൻ കഴിയില്ല. ഇവിടെ പ്രവാചകൻ നിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രസംഗിച്ച ചില വിഷയങ്ങളുണ്ടല്ലോ. എന്താ വസ്തുത? അല്ലാഹു തആല നൂഹ് നബിയെ റസൂലാക്കാൻ നിയമിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഇറാഖിൽ അതിശക്തമായ ബാത്തിലിനെ അല്ലാഹു സജ്ജീകരിക്കുകയാണ് ചെയ്തത്. ആ ബാത്തിലിന്റെ ശക്തികളെ കുഞ്ചിരോമത്തിൽ പിടിച്ചുകൊണ്ടാണ് നൂഹ് നബി റസൂലായിട്ട് വരുന്നത്. ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനാക്കാൻ അല്ലാഹ് തീരുമാനിച്ചപ്പോൾ ആദ്യം അഡ്വാൻസ് ആയിട്ട് അല്ലാഹു തആല ചെയ്തത് എന്താ? നമ്രൂദിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു ഭരണകൂടം ഇറാഖിൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ആ നമ്രൂദിന്റെ കുഞ്ചിരോമത്തിൽ പിടിച്ചുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം റസൂലായിട്ട് വരുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പ്രവാചകനാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു തആല ചെയ്തത് എന്താണ്? ഫിർഔന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഒരു ഭരണകൂടം ഈജിപ്തിൽ ഉണ്ടാക്കിയെടുത്തു. ആ ഫിർഔന്റെ കുഞ്ചിരോമത്തിൽ കയറിക്കൊണ്ടാണ് തൗഹീദിന്റെ പ്രബോധനവുമായിട്ട് മൂസാ നബി രംഗത്ത് വന്നത്. അതോ ഉറങ്ങിക്കിടക്കുന്ന കുറെ ആദിവാസികളെ ഉറക്കം വെച്ചിട്ട് ദിക്റുകൾ കേൾപ്പിക്കാനാണോ ബഹുമാനപ്പെട്ട ഈ പ്രവാചകന്മാരൊക്കെ ചരിത്രത്തിൽ വന്നത്? പറയാൻ കഴിയോ? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനായിട്ട് വന്നതോ ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളുടെ നേതൃത്വത്തിൽ റോം, മറുഭാഗത്ത് മജൂസികളുടെ നേതൃത്വത്തിൽ പേർഷ്യ, മൂന്നാമത്തെ ഭാഗത്ത് ജൂതന്മാരുടെ നേതൃത്വത്തിൽ ഖൈബർ മുതൽ യസ്രിബ് വരെ, നാലാമത്തത് പൗരോഹിത്യത്തിന്റെ നേതൃത്വത്തിൽ ഖുറൈശി പൗരോഹിത്യത്തിന്റെ കെയർ ഓഫിൽ ഇജാസ്. അങ്ങനെ അതിശക്തമായ 4 രാഷ്ട്രീയ ചേരികൾ ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ റസൂലായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ബാത്തില് സജീവമാക്കുക എന്നുള്ളത് തൗഹീദിന്റെ വരവിന്റെ മുന്നോടിയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് സംസാരിക്കാം. എത്രയും പെട്ടെന്ന് പോയി ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വരും. ഞാൻ മഗ്രിബിന്റെ സമയത്ത് ഇശ ജമാക്കി നിസ്കരിച്ചു. ആ രീതിയിൽ ജമാക്കിയവരുള്ളവരിക്കും, അല്ലാത്തവർ പോയിട്ട് ജമാഅത്തായി പെട്ടെന്ന് നിസ്കരിച്ചിട്ട് വന്നോളിൽ. തുടർന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം.